എങ്ങനെയാണ് പരിശുദ്ധമായ റമദാനിന് വേണ്ടി റമദാന് മുമ്പ് തന്നെ തയ്യാറാവേണ്ടത്? റമദാന് വേണ്ടി തയ്യാറാവാനുള്ള അവസാന ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനമായ റമദാന് വേണ്ടി തയ്യാറാവാൻ നാം കാണേണ്ട മാസം ഷഅബാൻ മാസമാണ്. കാരണം റമദാന്റെ തൊട്ടു മുമ്പുള്ള മാസം ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് റമദാന് വേണ്ടി തയ്യാറാവാൻ ഒരു അവസരമില്ല. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റമദാന് വേണ്ടി തയ്യാറാവാൻ നമ്മുടെ മുമ്പിൽ ഉള്ളത്. പരിശുദ്ധ റമദാന് വേണ്ടി അടിസ്ഥാനപരമായി നാം തയ്യാറാവേണ്ടത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും തിന്മകളും ദുശ്ശീലങ്ങളും കുറച്ചുകൊണ്ടുമാണ്. എല്ലാ നന്മകളും നമ്മൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കണം. ഇനി റമദാൻ വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലും പുരോഗമനം ഉണ്ടാവണം. ഇന്നത്തേക്കാൾ കൂടുതൽ നന്മയിൽ നാളെ ഞാൻ മുന്നേറിയിരിക്കണം. നാളത്തേക്കാൾ കൂടുതൽ മറ്റന്നാളെ നന്മകൾ കൂടിയിരിക്കണം. ഇങ്ങനെ നന്മകൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നില്ലാത്തൊരു നന്മ നാളെ പുതുതായി ഉണ്ടാക്കണം. നാളെ ഇല്ലാത്തൊരു നന്മ മറ്റന്നാളെ ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ നന്മകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായ പല ഇബാദത്തുകളും കൊണ്ടുവരേണ്ട സമയമാണ് റമദാനുമായി അടുത്ത സമയമെന്നുള്ളത്. അങ്ങനെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടി നാം തയ്യാറാവണം. ഒരു ഭാഗത്ത് നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് തിന്മകൾ കുറയ്ക്കണം. പല ദുശ്ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പല തിന്മകളും നിരന്തരമായി നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഉണ്ടാകും. ആ തിന്മകൾ കുറച്ചായി കുറച്ചു കൊണ്ടുവരണം. ഇന്ന് ചില ദുശ്ശീലങ്ങൾ, ചില തിന്മകൾ ഉപേക്ഷിക്കണം. നാളെ മറ്റു ചില തിന്മകൾ ഉപേക്ഷിക്കണം. ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും തിന്മകളുടെയും ദുശ്ശീലങ്ങളുടെയും അളവ് കുറഞ്ഞു വരണം. ഒരു ഭാഗത്ത് നന്മകൾ കൂട്ടണം, മറുഭാഗത്ത് ദുശ്ശീലങ്ങളും തിന്മകളും കുറച്ചു കൊണ്ടുവരണം.